നമസ്കാരം. ആസ്ട്രോളജി മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിൽ സ്വർണ്ണാഭരണം ധരിക്കാമോ? സ്വർണ്ണാഭരണങ്ങൾ കാലിൽ ധരിക്കാൻ പാടില്ലെന്നാണ് വിധി. അരക്കെട്ട് വരെ സ്വർണ്ണാഭരണങ്ങളും അതിനുശേഷം താഴെ വെള്ളി ആഭരണങ്ങളുമാകാം. ശരീരത്തിൻ്റെ മുകൾ ഭാഗം സൂര്യാംശവും അരയ്ക്ക് താഴെ ചന്ദ്രാംശവുമാണ്. അതുകൊണ്ട് തന്നെ സ്വർണം സൂര്യൻ്റെയും വെള്ളി ചന്ദ്രൻ്റെയും പ്രതീകമാണ്. അതുപോലെ തന്നെ അരയ്ക്ക് മുകളിൽ ദേവാംശവും താഴെ അസുരാംശവുമാണ്. സ്വർണം തേജസ്സും വെള്ളി അസുരവുമാണ്. ഇത് തിരിച്ച് ധരിക്കുന്നതും വിപരീത ഫലം ഉളവാക്കാം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കാലിൽ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കാലിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കാനും ശ്രമിക്കുക. അടുത്ത വിഷയം, സ്ത്രീകൾ തുളസിക്കതിർ മുടിയിൽ ചൂടുന്നത് ശരിയാണോ? സ്ത്രീകൾക്ക് മുടിയിൽ ചൂടാനുള്ള പുഷ്പങ്ങളിൽ തുളസിക്കതിർ വിധിച്ചിട്ടില്ല. ദശപുഷ്പം ഒറ്റയ്ക്കോ കൂട്ടായോ മുടിയിൽ ചൂടാവുന്നതാണ്. പൂവാങ്കുറുന്തൽ, മുയൽച്ചെവി, കറുക, നിലമ്പന, കുഞ്ഞുണ്ണി, വിഷ്ണുക്രാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ മുക്കുറ്റി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. എന്നാൽ തുളസിക്കതിർ ഉൾപ്പെടെ ശുഭത്വമുള്ള ഏത് പുഷ്പവും ചൂടാവുന്നതാണ്. പക്ഷേ അത് ആദ്യം ദേവനോ ദേവിക്കോ അർപ്പിക്കണം. ദേവതാ സന്നിധിയിൽ അർപ്പിച്ച ശേഷമുള്ള തുളസിക്കതിരാണ് മുടിയിൽ ചൂടേണ്ടത്. എന്നാൽ ആസ്ട്രോളജി മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.